എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് LSS 2025 ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. LSS 2025 അറിയേണ്ടതെല്ലാം എന്നൊരു ഭാഗവുമായിട്ട് ഞാൻ മുമ്പ് വന്നിരുന്നു. ഇനി നമ്മൾ ഓരോരോ വിഷയങ്ങളിലേക്ക് കുറച്ച് ഡീപ്പായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു LSS 2025 നിങ്ങളുടെ കുട്ടി നേടണമെങ്കിൽ മലയാളത്തിൽ എന്തെല്ലാം പഠിക്കണം, അതെങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ചെറിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കൊട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടി വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര മാർക്കിനാണ് മലയാളമുള്ളത് എന്നാണ്. 20 മാർക്കിനാണ് നമുക്ക് മലയാളമുള്ളത്. ഇതിൽ തന്നെ വിവിധ ഭാഗങ്ങളായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങളുടെ ടൈപ്പുകളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് മലയാളത്തിലെ ഓരോ പാഠഭാഗത്തു നിന്നും വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ. അപ്പൊ നമ്മുടെ മലയാളം ടെക്സ്റ്റ് പഠിക്കുക എന്നുള്ളത് ഈ ഒരു LSSൽ മലയാളത്തിൽ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഓരോ പാഠഭാഗത്തു നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ആ ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് അവിടെ ഉറപ്പിച്ചു വെക്കാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം, ഓരോ പാഠഭാഗത്തു നിന്നും വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. പത്രവാർത്ത, കത്ത്, നിവേദനം എന്നിവ തയ്യാറാക്കാൻ ഒരു കുട്ടി പഠിച്ചിരിക്കണം. ഒരു പ്രവർത്തനമായിട്ട് ചിലപ്പോൾ പത്രവാർത്ത തയ്യാറാക്കാൻ വരാം, കത്ത് തയ്യാറാക്കാൻ വരാം, അല്ലെങ്കിൽ നിവേദനം തയ്യാറാക്കാൻ വരാം. ഇത് മൂന്നും തയ്യാറാക്കുന്ന രീതി കുട്ടി പഠിച്ചിരിക്കണം. ഖണ്ഡിക, കഥ, കവിത വായിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കോംപ്രഹെൻഷൻ ആണ്. നമ്മുടെ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒക്കെ 3ലും 4ലും ഒക്കെ ആയിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇതും. ഒരു ഖണ്ഡിക തരും, അല്ലെങ്കിൽ ഒരു കഥയായിരിക്കും തരിക, അല്ലെങ്കിൽ ഒരു കവിതയായിരിക്കും തരിക. ഈ കവിത കുട്ടി സ്വന്തമായിട്ട് വായിച്ച് ആ ഒരു ഭാഗത്ത് നിന്നും കൊടുത്തിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് കുട്ടിയെ കൊണ്ട് നമ്മൾ ചെയ്യിക്കേണ്ടി വരിക. പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ നിരന്തരമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇതുപോലത്തെ ചോദ്യങ്ങൾ, ഒരു കഥ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കവിത വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഖണ്ഡിക പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിച്ചൊക്കെ കുട്ടികളെ ഈ ഒരു തരത്തിലേക്ക് നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാം. അവരുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യം. പിന്നെ അടുത്തതായിട്ട് കണ്ടുവരാറുള്ള ചോദ്യം, നിർദ്ദിഷ്ട വസ്തു അല്ലെങ്കിൽ ജീവി അല്ലെങ്കിൽ ഒരു സസ്യം ഇവയുടെ ആത്മകഥ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ ഒരു വസ്തുവിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജീവിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സസ്യത്തെ കുറിച്ചായിരിക്കാം. ഇതിന്റെയൊക്കെ ഒരു ആത്മകഥ, അത് സ്വയം എഴുതുന്ന, അതിനെക്കുറിച്ച് എഴുതുന്ന ഒരു കഥ തയ്യാറാക്കാൻ വേണ്ടി പറയാറുണ്ട്. ഡയറി, കുറിപ്പ് എഴുതുക എന്നുള്ളത് മറ്റൊരു പ്രവർത്തനമാണ്. ഡയറി, കുറിപ്പ് എഴുതുക. കുട്ടി ഡയറികളൊക്കെ എഴുതി പലതവണ പരിശീലിച്ചിട്ടുണ്ടാവും. പരീക്ഷയുടെ ഭാഗമായിട്ടൊക്കെ വിദ്യാലയങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ ഡയറികളൊക്കെ എഴുതിക്കാറുണ്ട്. സംഭാഷണം, കുറിപ്പ്, അനുഭവക്കുറിപ്പ് എന്നിവ തയ്യാറാക്കുക. ഇതും ഒരു വിവിധങ്ങളായിട്ടുള്ള വ്യവഹാര രൂപങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കാൻ വേണ്ടി കുട്ടിയെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ചെയ്യേണ്ടത്. കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഇതും കുട്ടിയുടെ ഒരു ഉയർന്ന തലത്തിലേക്കുള്ള ചിന്തയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിൽ കുട്ടിക്ക് എത്രത്തോളം കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. ഒരു കവിത കുട്ടി സ്വന്തമായിട്ട് വായിച്ച് ആ കവിതയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളും അതിന്റെ ആശയവും കാര്യങ്ങളും കുട്ടി ഏത് രീതിയിൽ ആ കവിത ആസ്വദിച്ചു എന്ന തരത്തിലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പിന്നെ വ്യവഹാര രൂപം മാറ്റുക എന്നുള്ള പ്രവർത്തനം വരാറുണ്ട്. അത് അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു നോട്ടീസിനെ പത്രവാർത്തയാക്കുക അല്ലെങ്കിൽ ഒരു പത്രവാർത്തയെ നോട്ടീസ് ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ഇവിടെ ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ചേർത്തെഴുതുക, പിരിച്ചെഴുതുക എന്നുള്ളത് വരാറുണ്ട്. ഒരു വാക്ക് എന്നിട്ട് അതിനെ ചേർത്ത്, രണ്ട് വാക്കുകൾ എന്നിട്ട് അതിനെ ചേർത്തെഴുതാനോ അല്ലെങ്കിൽ ഒരു വാക്കിനെ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പകരം പദം കണ്ടെത്താൻ പറയാറുണ്ട്. അർത്ഥം, വിപരീതം, പര്യായം എഴുതുക, പിന്നെ പദങ്ങളുടെ ശരിയായ രൂപം തിരിച്ചറിയുക തുടങ്ങിയ ചോദ്യങ്ങളും ഈ ഒരു മലയാള ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സാഹിത്യകാരന്മാർ, സാഹിത്യ സൃഷ്ടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാറുണ്ട്. അത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത്, ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് സാഹിത്യകാരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട കൃതികളും അവരുടെ രചനകളൊക്കെയാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. അപ്പൊ സാഹിത്യകാരന്മാർ, സാഹിത്യ സൃഷ്ടികൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടുവച്ചിരിക്കണം. കടങ്കഥ, പഴഞ്ചൊല്ല് എന്നിവയെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങളും ഉൾപ്പെടുത്താറുണ്ട്. LP വിഭാഗത്തിന് പാഠഭാഗങ്ങൾ തന്നെ കടങ്കഥയും അതേപോലെ തന്നെ പഴഞ്ചൊല്ലുകളും 3-ാം ക്ലാസ്സിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു കടങ്കഥ, പഴഞ്ചൊല്ല് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളും ഈ ഒരു LSS പരീക്ഷയുടെ മലയാളം ഭാഗത്ത് ഉൾപ്പെടുത്താറുണ്ട്. മുൻ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും സശ്രദ്ധം നിരീക്ഷിക്കുക. ഇതേ മാതൃകയിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി പരിശീലിക്കുക എന്നുള്ളതാണ് LSS നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തിരിച്ചറിയുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന LSSന് വേണ്ടി, അല്ലെങ്കിൽ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു പാരന്റ് ആയിക്കോട്ടെ, ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ നോക്കുക. ഈ ചോദ്യപേപ്പറുകൾ നിരന്തരം കുട്ടികളോട് പരിശീലിക്കാൻ പറയുക. അതിൽ വെച്ചുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പുതിയതായിട്ട് കിട്ടുന്ന മാതൃകാ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് കുട്ടികളെ നിരന്തരം പരിശീലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് LSS കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറയുക. ഇത്തരത്തിൽ മറ്റു വീഡിയോകൾ കൂടി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.